നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയനെ കാണാനില്ലെന്ന് പരാതി കൊടുക്കാൻ. ആ സമയത്ത് ഞങ്ങൾ കേട്ടതുപോലെ പ്രിയൻ ഗോഡൌണിൽ തന്നെ ആയിരുന്നോ? കൂടെ പാറു ഉണ്ടായിരുന്നോ? കൈലാഷ് സാറ് ഗോഡൌൺ തുറന്നു നോക്കുമ്പോ പാറു ഇട്ടിരുന്നത് പ്രിയന്റെ ഷർട്ടാണെന്ന് കേട്ടല്ലോ. അത് സത്യമാണോ? ഉഷ ചേച്ചി, നിങ്ങൾ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാരോടുമായിട്ട് പറയുക, നിങ്ങളൊക്കെ കേട്ടതുപോലെ തെറ്റായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല. കേട്ട കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് നാട് മുഴുവനും പറഞ്ഞു നടക്കുകയും വേണ്ട. എല്ലാരും പോയി ജോലി ഓ. കേട്ടതൊന്നും സത്യമല്ലെന്നല്ലേ മോഹൻ പറയുന്നത്? പ്രിയനും പാറും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നില്ല. എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുമ്പോ അവര് രണ്ടുപേരും പോകാതെ ഗോഡൌണിൽ കയറി ഒളിച്ചതെന്തിനാ? അബദ്ധത്തിൽ ഗോഡൌണിൽ കുടുങ്ങിപ്പോയതാണെങ്കിലോ? അങ്ങനെ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയതാണെങ്കിൽ പാറു എന്തിനാ കൈലാഷ് സാറിനെ കണ്ടപ്പോ പ്രിയന്റെ ഷർട്ട് എടുത്തിട്ടത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രിയനും പാറും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാതിരാത്രി തൊട്ടടുത്ത് നല്ല പ്രായത്തിലുള്ളൊരു പെണ്ണ്, അടുത്തെങ്ങും ആരുമില്ല. എത്ര വലിയ പരമശുദ്ധനാണെങ്കിലും തെറ്റ് ചെയ്തു പോവും സാവിത്രി. അവരുടെ കുറ്റമല്ല, രണ്ടുപേരുടെയും പ്രായം അതല്ലേ. എന്ത് അനാവശ്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളും ആ പ്രായം കഴിഞ്ഞല്ലേ വന്നത്? ആ പ്രായത്തില് നിങ്ങൾ ഈ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ പ്രായത്തിലേ ഞങ്ങള് ഗോഡൌണിൽ കയറി ഒളിച്ചിരുന്നിട്ടില്ല. കണ്ണുകൊണ്ട് കണ്ടതുപോലെയല്ലേ രണ്ടെണ്ണം വിസ്തരിക്കുന്നത്. പാറു ചെറിയൊരു പെൺകുട്ടിയാ. കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണമാണ് ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്. അവളെയും ഒരു ചെറുപ്പക്കാരനെയും ചേർത്ത് അനാവശ്യം പറയുമ്പോ നിങ്ങളത് ഓർക്കണം. അവളൊരു ചെറിയ പെൺകുട്ടിയാണെന്ന് ഞങ്ങളെല്ലാം ഓർക്കേണ്ടത് അവള് തന്നെയാ. ചെറിയ പെൺകുട്ടി, പക്ഷെ കയ്യിലിരിപ്പോ. ഇതിന് നാവുകൊണ്ടല്ല കൈ കൊണ്ടാ മറുപടി പറയേണ്ടത്. മോഹൻ വേണ്ട. നിങ്ങൾക്കൊരു ആവശ്യം വന്ന ആദ്യം വിളിക്കുന്നത് പ്രിയനെയാ. ചിട്ടി പ്രശ്നത്തില് കരുതാക നിങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യം മുന്നോട്ട് വന്നത് പാറുവാ. ഒടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കഥ കെട്ടിച്ചമയ്ക്കുമ്പോ അതുകൂടി നിങ്ങൾ ഓർക്കണം. നമ്മൾ എത്ര പറഞ്ഞാലും ഇവർക്കത് മനസ്സിലാവില്ല ജന ചേച്ചി. കുറെ കാലത്തിന് ശേഷം ഇവർക്കൊരു ഇരയെ കിട്ടിയതല്ലേ, ഇവരത് ആഘോഷിക്കും. ഇവരോട് സംസാരിക്കാൻ നിന്നാ നമ്മളെ ചീത്തയായി പോവും. വാ ജയന്തി ചേച്ചി, വാ മോൻചേട്ടാ. ഇനി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നിങ്ങളുടെ വായിന്ന് വീണ എന്റെ കൈ നിങ്ങളുടെ കരണത്തിൽ വീഴും, അത് ഓർത്തോ. മതി, വാ, വരാനല്ലേ പറഞ്ഞത്. സോറി പാർവതി, നിങ്ങൾ ഗോഡൌണിൽ കുടുങ്ങി കിടക്കുന്നവരെ ഞാൻ അറിഞ്ഞില്ല. പാർവതിയുടെ ധാവണിക്ക് തീ പിടിച്ചാരും ഞാൻ അറിഞ്ഞു. എൻ്റെ ശബ്ദക്കുറവ് കൂടിക്കൊണ്ടാണ് സംഭവിച്ചെന്ന് ഓർക്കുമ്പോൾ ഗോഡൌൺ വെച്ച് പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജന്മത്ത് എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു. എങ്ങനെ സോറി പറയണമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അതൊക്കെ അനുഭവിക്കണമെന്ന് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലാതെ എന്തു പറയാനാ? ചേട്ടന്റെ ശ്രദ്ധക്കുറവൊന്നുമല്ല, എന്റെ വിധിയാ. പ്രിയ, അവിടെ ഓരോരുത്തരും വായി തന്നതിക്ക് വിളിച്ചു പറയുന്നു. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പ്രിയന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.